10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പ്ലാവിലക്കഞ്ഞിയിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങേ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി. കേന്ദ്ര കഥാപാത്രങ്ങൾ കോരൻ, ചിരുത, ചാത്തൻ. കോരൻ്റെയും ചിരുതയുടെയും വിവാഹം നടന്നു. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളിൽ കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിനോട് ചേർന്ന് ഒരു ഭാഗം മറച്ചുകൊട്ടിയാണ് കോരൻ ഇപ്പോൾ താമസിക്കുന്നത്. പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന് കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല. കൊടിയ ദരിദ്രത്തിലാണ് അവരുടെ ജീവിതം. ആ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം. ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ പാഠഭാഗത്ത് നിന്ന് ഏതൊരു ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങേ എന്ന നോവലിൻ്റെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കോരൻ, ചിരുത, ചാത്തൻ. കോരൻ എന്ന് പറയുന്നത് പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചിരുത. അവരുടെ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് ഈ പാഠഭാഗം. ഞാൻ ഈ പാഠഭാഗം വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ യെസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്നുമല്ല, എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹത്തിന് മാത്രം.